ഹലോ. ചൂട് പിടിച്ച ചർച്ചകളാണല്ലേ, ചൂടൻ ചർച്ചകൾ. നമുക്കും അതിൽ കുറച്ച് ഭാഗമൊക്കെ ആയേക്കാം. ഞാനും കൂടെ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം അല്ലേ. നോക്ക്, ഞാനൊരു കാര്യം പറയട്ടെ. പണ്ട് കുളിക്കടവുകൾ ഉണ്ടായിരുന്നു ഇല്ലേ? കുളിക്കടവുകളിൽ സ്ത്രീകൾ മുണ്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കെട്ടുകയോ അല്ലെങ്കിൽ അടിവസ്ത്രം ഇടാതെ കുളിക്കില്ലേ, ഇങ്ങനെ ഊരിയിട്ട് ഇങ്ങനെ അണ്ടർ സ്കേർട്ട് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ടൈ ചെയ്തിട്ട് കുളിക്കും. അവരുടെ ശരീരഭാഗങ്ങൾ നനഞ്ഞൊട്ടിയിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പണ്ട് ബുഷസിൻ്റെ ഇടയ്ക്ക്, പൊന്തക്കാടുകളുടെ ഇടയ്ക്ക് ബിരുദന്മാർ, അത് പ്രായമായവരും ഉണ്ട്, പിന്നെ പ്രായമാകാത്തവരും ഉണ്ട്, ലൈംഗിക വൈകൃതങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകളുടെ അതിനെന്താ പറയുക, ഒരു തരം സ്ത്രീകളുടെ ശരീരം ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സോറി, തല ഇങ്ങനെ കട്ടായി പോകുന്നുണ്ട്, അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി നീങ്ങനെ, സോറി ഫോർ ദാറ്റ് കേട്ടോ. വിടുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല, അങ്ങനെ ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ അവർ ബുഷിൻ്റെ ഇടയ്ക്ക് ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നതുണ്ട്. നാട്ടുകാർ പിടിച്ച് നല്ല പെരുക്കുവരിക്കും വിടും. അപ്പോൾ ഇവിടെ ഇതെങ്ങനെയാണ്, സദാചാരം വേഴ്സസ് ഒരു വൈകൃത ഗ്രൂപ്പ് അല്ലേ? അന്ന് വെച്ച് സമൂഹത്തിലെ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. കാരണം എന്താണ്, എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ബയോളജി ഒന്ന് തന്നെയാണ്. സ്ത്രീകളെ ഒരു സൃഷ്ടിച്ചിരിക്കുന്നു, പുരുഷന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള ശാരീരിക പ്രവർത്തനങ്ങളാണുള്ളത്. ചില പുരുഷന്മാർ വളരെ മാന്യന്മാരും വളരെ പക്വമതികളുമാകുന്നു. ചില പുരുഷന്മാർ അപക്വമതികളും രതിവൈകൃതങ്ങളിൽ ഏർപ്പെടുന്നവരും ആകുന്നു. ഇതിനെന്നും നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം കുളിക്കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീകൾ ഡ്രസ്സ് ചിലപ്പോൾ ചില സമയത്ത് ഇങ്ങനെ പുതച്ചിട്ട് വീടുകളിലേക്ക് പോകുന്നുണ്ട്. കാരണം അന്നൊക്കെ അങ്ങനെയാണ്. ആരും അങ്ങനെ സ്റ്റെയർ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം എന്ന് വിശ്വസിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ എല്ലാവരും ഈ ഗ്രാമങ്ങളിൽ അന്യോന്യം അറിയുന്നവരാണ്. അപ്പോൾ അവരധികവും ഡെയർ ചെയ്യത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാൻ ഡെയർ ചെയ്യത്തില്ല. അതൊരു കാര്യം അല്ലേ. ഇന്ന് കാലം മാറി, ലോകമാണ് മുഴുവനും നമ്മളുടെ ഈ മുമ്പിൽ ഇങ്ങനെ വിടർന്നു കിടക്കുന്നത്. നമ്മൾ അമേരിക്കയിലിരുന്ന് ആരെങ്കിലും കാണിക്കുന്ന ഒരു കാര്യം നമ്മൾ ഈ ചെറിയ ഗ്രാമത്തിൽ, കേരളത്തിൻ്റെ ഒരു ചെറിയ ഗ്രാമത്തിലിരുന്ന് നമ്മൾ കാണുന്നു അല്ലേ. അപ്പോൾ അതിൽ കണ്ട് രസിക്കുന്ന ജനതയ്ക്ക് ചില സമയങ്ങളിൽ അതുപോലെ ആവണമെന്ന് തോന്നിയേക്കാം അല്ലേ. തോന്നുന്നതിൽ തെറ്റില്ലല്ലോ, നമ്മൾ ഓരോന്നും കണ്ടല്ലേ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ട് വരുന്ന ജനത ചില സമയങ്ങളിൽ അവിടുത്തെ നല്ലതും എടുക്കും, അവിടുത്തെ ചീത്തയും എടുക്കും ആ ഇടങ്ങളിൽ. പക്ഷെ ആ ഇടങ്ങളിൽ വളർന്ന് വലുതായി വന്ന ആളുകൾക്ക് എവിടെ പ്രതികരിക്കണം, എങ്ങനെ ആയിരിക്കണം അവരുടെ പ്രതികരണങ്ങൾ എന്നൊക്കെ ഒരു സാമാന്യം അവബോധം ഉണ്ടായിരിക്കാം. ഇല്ലാത്തവരുമുണ്ട്. ശരി, അപ്പം അത്രയും നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്തത് ഞാൻ പറയുന്നത്, എന്നാൽ സ്ത്രീകളെ സാമൂഹിക മാധ്യമങ്ങളിൽ വന്നിരുന്ന് അധിക്ഷേപിക്കാമോ ഇല്ലയോ? ഇതാണൊരു ചോദ്യം. ഒറ്റ വാക്കിൽ ഉത്തരം, ചെയ്യാൻ പാടില്ല. പക്ഷേ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാ സ്ത്രീകളെയും അധിക്ഷേപിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അധികവും ഇങ്ങനത്തെ ഡ്രസ്സും അല്ലെങ്കിൽ സാരിയും ഒക്കെ ഇട്ടിട്ടാണ്. എന്നെ അവരധിക്ഷേപിക്കാറുണ്ട്. ഈ വൈകൃതമായിട്ടുള്ള രീതിയിലുള്ള ചിന്തിക്കുന്ന ആളുകൾ ആവശ്യമില്ലാത്ത കമൻസ്, ഒരു കോറിലേഷനും ഇല്ലാത്ത കമൻസ് ഇട്ടിട്ടുണ്ട് എനിക്കും. ഞാനത് തുറന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിനകത്ത് എൻ്റെ ബുക്ക് വിൽക്കാനായിട്ട് ഒരു ലൈവിൽ വന്നിരുന്നു. അപ്പോൾ ആ ബുക്ക് ഇങ്ങനെ, ഈ ബുക്ക് വാങ്ങിക്കണം കേട്ടോ, ഈ ബുക്കിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ബുക്ക് ഇങ്ങനെയാണ്, നിങ്ങളൊക്കെ വായിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ കമൻസ് വന്നുകൊണ്ടിരിക്കുമല്ലോ നമ്മൾ ലൈവിൽ വരുമ്പോൾ. ആ ലൈവിൽ ഒരാൾ വളരെ വൃത്തികെട്ട രീതിയിൽ എന്നോട് അതിനകത്ത് കമൻ്റ് അടിച്ചിരിക്കുകയാണ്, എന്നെ ഇങ്ങനെ ചോദിച്ചിരിക്കുകയാണ് എന്നോട്. വളരെ മോശമായിട്ടുള്ള രീതിയിൽ, നമുക്ക് വായ കൊണ്ട് പറയാൻ പറ്റാത്ത ഒരു വേർഡ് അവിടെ അയാൾ അടിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാനതിങ്ങനെ, എനിക്ക് വായിക്കാൻ വരുന്നുണ്ട്, എൻ്റെ നല്ല നേരം കൊണ്ട് ഞാൻ എല്ലാ കമൻസും ഉറക്കെ വായിച്ചിരുന്നു. ഞാൻ പെട്ടെന്ന് അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ വൃത്തികെട്ട ഒരു വേർഡാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അവർ അങ്ങനെ എന്നോട് റിയാക്ട് ചെയ്തത്? ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് ബുക്കിൻ്റെ കാര്യവുമാണ്. അപ്പോൾ അത് ആ ചെയ്യുന്ന ആളുടെ മനസ്സല്ലേ. അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. രണ്ടാമതൊന്ന്, നമ്മൾ മൂവി തിയേറ്റേഴ്സിൽ പോയിട്ടിരുന്ന് നമ്മളിങ്ങനെ കാണുന്നുണ്ട്.
ആഭാസകരമായുള്ള രംഗങ്ങൾക്ക് നമ്മൾ പൈസ കൊടുത്ത് കയറി കാണുന്നുണ്ട്. അവിടെ സ്ത്രീകൾ വളരെ അർദ്ധനഗ്നരായിട്ട് വന്ന് നിന്ന് ഹീറോയുടെ കൂടെ ഡാൻസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അതെല്ലാം കണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ആ രംഗങ്ങളിൽ അഭിനയിച്ച ആ സ്ത്രീ അതേ രീതിയിൽ പുറത്ത്, അതായത് ഈ വെള്ളിത്തിരയിൽ നിന്നും പുറത്തിറങ്ങി നമ്മൾ വരുമ്പോൾ അവിടെ പുറത്ത് നിൽക്കുകയാണെങ്കിൽ ആരാണെങ്കിലും ഇങ്ങനെ നോക്കി പോവും അല്ലേ? നമ്മൾ അവിടെ കണ്ട ആ ഒരു ഇത് ഇവിടെ പുറത്ത് ശരിക്കും കാണുമ്പോൾ, നേരെ കാണുമ്പോൾ നമ്മൾ പോയി നോക്കും. നോക്കിയിട്ട് മര്യാദയോടുകൂടി സംസാരിക്കാതെ മിണ്ടാതെ തലകുനിച്ച് പോകുന്ന ജനങ്ങളും ഉണ്ടാവും, ഛേ എന്ന് പറഞ്ഞ് കാറി തുപ്പുന്ന ജനങ്ങളും ഉണ്ടാകും, അല്ലെങ്കിൽ അവരെ മോശമായിട്ട് പറയുന്നവരും ഉണ്ടാകും. അപ്പം അത് വേണ്ട എന്ന് വെക്കേണ്ടത് ആരാണ്? ആ നടി തന്നെയല്ലേ? ആരാണ് അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്ന അവർ തന്നെയല്ലേ തീരുമാനിക്കേണ്ടത് ഇങ്ങനെ ചെയ്യും? കാരണം ഈ വൈകൃതങ്ങൾ ഉള്ളവരെ എത്ര പേരെ ഗവൺമെൻറ് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ഉള്ളിലിടും? അതൊരു ചോദ്യമല്ലേ എന്ന് കരുതി കമൻസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന സ്ത്രീകളെയെല്ലാം ആക്ഷേപിക്കുകയും ഇത്തരത്തിലുള്ള കമൻസ് അവിടെ എഴുതുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും അപലപനീയമാണ്. പക്ഷേ രണ്ടിനും രണ്ട് വശങ്ങളുണ്ട്. നമ്മൾ ന്യൂട്രലായിട്ട് ചിന്തിക്കണം. എല്ലാത്തിനെയും നമ്മൾ അങ്ങോട്ട് ഘോരം എതിർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവരുടെ ഇഷ്ടം, അവരുടെ വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരെന്ത് ചെയ്യണം? ആ പറയുന്ന ആൾക്കാരുടെ ഇഷ്ടമാണ് അവരുടെ കമൻ്റ് അടിയെന്ന് വിചാരിച്ചുകൂടെ? എങ്ങനെയാണ്? അത് പറ്റൂല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊക്കെ ഞാൻ നടക്കും, പക്ഷെ കാണുന്നവരൊന്നും എന്നെ ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഇരട്ടത്താപ്പ് നെയ്യായില്ലേ? അതുപോലെ ഈ വെള്ളിത്തിരകളിലൊക്കെ ഇത് കാണിക്കുന്നതിന് കുഴപ്പമില്ല, അതേസമയം അവർ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യും എന്ന് പറയുന്നതും ഇരട്ടത്താപ്പല്ലേ? അപ്പോൾ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നമുക്ക് ജീവിക്കാനും പറ്റില്ല. കാരണം നമ്മൾ മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. ഇങ്ങനെയുള്ള പ്രതികരണങ്ങളും മറുപ്രതികരണങ്ങളും കേസുകളും മറുകേസുകളും ഒക്കെ ഉള്ള ഒരു സമൂഹം തന്നെയാണ് നമ്മൾ, അല്ലേ? രണ്ടാമത്തെ കാര്യം, ഒരു സ്ത്രീ ഡ്രസ്സ് ചെയ്യുന്നത് അവളുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? അപ്പം ഞാൻ ചോദിക്കുന്നത്, മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്താൽ ആർക്കും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഒരാൾ ചോദിക്കുകയാണ് എൻ്റെ അടുത്ത്, ഇൻസ്റ്റഗ്രാമിൽ കമൻ്റ് ഇട്ടിരിക്കുക, എന്താണ് മാന്യമായ വസ്ത്രധാരണം? ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ സ്ത്രീകൾ കുളിക്കാൻ പോകുന്നുണ്ട്. അവിടെ വന്നിട്ട് അതുപോലത്തെ സ്വിമ്മിങ് അറ്റയർ ഇട്ടിട്ടാണ് പോകുന്നത്. അതേ അറ്റയർ ഇട്ടിട്ട് നിങ്ങൾ അതേ സ്ത്രീ തന്നെ ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോവുമോ? അവിടെ അപ്പോൾ അത് മാന്യമല്ലാതെയായി. മനസ്സിലായില്ലേ? അത് തന്നെയാണ് മാന്യമായ വസ്ത്രധാരണം എന്ന് പറയുന്നത്. സ്വിമ്മിംഗ് പൂളിൽ അങ്ങനെ ചെയ്യുന്നത് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അത് ചെയ്യാം. അവിടെ വന്നിരുന്നിട്ട് ഒരാളിത് നോക്കിയിരുന്ന് രസിച്ച് കമൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കാം. പക്ഷേ നിങ്ങൾ ഇതേ രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ട് കല്യാണ വീട്ടിൽ പോയി നിന്നിട്ട് ഡാൻസ് ചെയ്താൽ ആളുകൾ ചീത്ത പറയുക തന്നെ ചെയ്യും. അതാണ് സൊസൈറ്റി. അങ്ങനെ പറ്റില്ല, അത് തെറ്റാണ് ചേച്ചി, ഞങ്ങൾക്ക് തോന്നുന്ന പോലെ ചെയ്യും എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? അല്ലെങ്കിൽ പോട്ടെ, ന്യൂഡിറ്റി ഈസ് നോട്ട് അലൗഡ്. ഈവൻ കോൺസ്റ്റിറ്റ്യൂഷനിലും പറഞ്ഞിട്ടുണ്ട്, BNS-ലൊക്കെ ഇപ്പോൾ അതുണ്ട്, ന്യൂഡിറ്റി എന്ന് പറയുന്നത്, അതായത് വിവസ്ത്രയായിട്ട് നിൽക്കുന്നതൊക്കെ അലൗഡാണോ? അല്ലല്ലോ. അത് വന്നിട്ട് അത് നമ്മുടെ സൊസൈറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ളൊരു ആക്ഷൻ തന്നെയല്ലേ? അപ്പോൾ അതിന് കേസ് എടുക്കുന്നില്ലേ? അപ്പോൾ ഈ പ്രവണത നമ്മൾ പ്രദർശിപ്പിച്ച് കാണിച്ചിട്ട് അയ്യോ എന്നെ വന്ന ആളുകൾ കമൻ്റ് അടിക്കുന്നു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ കാണിച്ചത് കൊണ്ടല്ലേ എന്ന്. പക്ഷേ വസ്ത്രം ധരിക്കുന്നത് അവരവരുടെ ഇഷ്ടം തന്നെയാണ്, അല്ലാന്നും പറയുന്നില്ല. അത് എവിടെ എങ്ങനെ ചെയ്യണമെന്നുള്ളത് അവരവർ തീരുമാനിക്കണം. അപ്പോൾ ആ പറഞ്ഞ പ്രശ്നത്തിൽപ്പെട്ട ആ നടി പറയുന്നത് ഈ വ്യാപാരി വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നാണ്. വ്യാപാരിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ഉദ്ഘാടനത്തിന് പോകുന്നു. ഉദ്ഘാടനത്തിന് പോകുമ്പോൾ അവിടെ അവരെ എല്ലാവരും കാണാൻ ഓടി വരുന്നത് അവരുടെ ചില ആനച്ചന്തം കൊണ്ടാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അവർ അത് പൈസ വാങ്ങിയിട്ട് അവർ പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ അത് കാണുന്ന ആളുകൾക്ക് പല രീതിയിലാണ് അവർ പ്രതികരിക്കുക. അവർ ചിലർ കളിയാക്കി ചിരിച്ചിട്ട് പോകും, ചിലർ അതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് അടിച്ചിട്ട് പോകും. അപ്പോൾ ഇതിനെല്ലാം പോയിട്ട് പിന്നാലെ നടന്ന് എന്നെ ഒന്നും പറയാൻ പാടില്ല, ഞാൻ തോന്നിയതെല്ലാം കാണിക്കുന്നു പറയുന്നത് ഇരട്ടത്താപ്പാണെന്ന് ഞാൻ പറയുള്ളൂ. അത് പറയുമ്പോൾ എല്ലാവരും പറയും ചേച്ചി എന്താ സ്ത്രീപക്ഷത്ത് നിൽക്കാത്തതെന്ന്. ഞാൻ സ്ത്രീപക്ഷത്തെ എങ്ങനെയാണ് നിൽക്കുക? എല്ലാത്തിനും ഒരു അതിർവരമ്പുകൾ വേണ്ടേ? അതിർവരമ്പുകൾ ഭേദിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ്, പക്ഷെ പുരുഷന്മാർ അങ്ങനെയാകാൻ പാടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇതെൻ്റെ അഭിപ്രായമാണ് എന്ന് കരുതി അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ പറഞ്ഞ വ്യാപാരി പലയിടങ്ങളിലും പല രീതിയിലുള്ള വ്യംഗ്യാർത്ഥ പ്രയോഗങ്ങളും ചെയ്തിട്ടുണ്ട്. ഇന്യൂൻഡോസ് എന്ന് പറയും നമ്മൾ ലോ ഓഫ് ടോട്ട്സിൽ. ഇന്യൂൻഡോസ് എന്ന് പറഞ്ഞാൽ വ്യംഗ്യാർത്ഥ പ്രയോഗങ്ങൾക്ക് നമുക്ക് കേസ് കൊടുക്കാം, ഡീഫമേഷന്. പക്ഷേ ഡീഫമേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ അതിനെ
ശരിവെക്കുന്നുണ്ടെങ്കിൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ബിക്കിനി കേസ് പോലെ ഞാനത് ഇട്ടിട്ട് നടന്നിട്ട് അയാൾ എന്നെ നോക്കി കമൻ്റ് അടിച്ച് ചൂളടിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് എന്ത് നഷ്ടമാണ് ഉണ്ടായതെന്ന് ഞാൻ പ്രൂവ് ചെയ്യേണ്ടതുണ്ട് കോടതിയിൽ. ഇപ്പോൾ ഈ പറഞ്ഞ നടിക്ക് അതുകൊണ്ടുണ്ടായ മാനനഷ്ടം എന്താണെന്നുള്ളത് ഡീഫമേഷൻ കേസാണ് കൊടുക്കുന്നതെങ്കിൽ അവർ പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവർ അതിന് പോകുന്നുണ്ടാവില്ല. അവർ പറയുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ്. അപ്പം സ്ത്രീത്വം എന്നുള്ളത് എന്താണെന്നുള്ള ചോദ്യം വരും അല്ലേ. പക്ഷെ വൾഗറായിട്ടുള്ള കമൻറ്റ്സ്, ഞാനിപ്പോൾ ഈ എടുക്കുന്ന വീഡിയോയുടെ അടിയിൽ എന്തെങ്കിലും വൾഗറായിട്ട് കമൻ്റ് അടിച്ചാൽ എനിക്ക് പോയി ആ കേസ് കൊടുക്കാം. ആവശ്യമില്ലാതെ വന്നിരുന്ന് അബ്യൂസ് ചെയ്യുന്നു, അശ്ലീലം പറയുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് കേസ് കൊടുക്കാം. കാരണം അത് നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ളതാണ്. അതൊക്കെ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഞാൻ ആ ചെയ്യുന്നത്. പക്ഷെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഞാൻ സമൂഹത്തെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ ഇതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേസ് എനിക്ക് എഗൻസ്റ്റ് ആയിട്ടും എടുക്കും. അവിടെയാണ്. അപ്പോൾ ആ 2 പോയിന്റ് നമ്മൾ തുലനം ചെയ്ത് ചിന്തിക്കണം. ഹണി റോസിനെ അയാൾ ചീത്ത പറഞ്ഞോ, സോറി ആ പേര് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അയാളെ ആ ലേഡിയെ അവരെ ചീത്ത പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് വേറൊരു വശം. അവരെ അപമാനിച്ചെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ വഴി തേടാം. അതിന് നമ്മൾ ആരും അവരെ കുറ്റം പറയുന്നില്ല. അവർ പോയിട്ട് വഴി തേടിക്കോട്ടെ. അതിന് ഗവൺമെൻറ്റും പിന്നെ കോടതിയും തീരുമാനിക്കും. അതേപോലെ ആ പറഞ്ഞ വ്യക്തിക്ക് അത് തെറ്റായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തട്ടെ. അദ്ദേഹം പറയുന്നത് എല്ലായിടത്തും പോയി അങ്ങ് പറയുകയാണ്. ഇവരെ മാത്രമല്ല, കാണുന്നിടത്തെല്ലാം അദ്ദേഹം ഈ പറഞ്ഞ ദ്വാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ അവർക്ക് എങ്ങനെ അത് ഹേർട്ട് ആകുന്നുണ്ടോ എന്നൊന്നും നോക്കാതെ കാണുന്നിടത്ത് വെച്ച് ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് അയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. 2 പക്ഷത്തും നിന്ന് നമ്മൾ ചിന്തിക്കുകയും വേണം. അതനുസരിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വേണം. പണ്ട് കാലങ്ങളിൽ സ്ത്രീകളുടെ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമങ്ങളിൽ മുണ്ടും ബ്ലൗസും ആയിരുന്നു. ചെറിയ ബ്ലൗസും ഒരു കൈലി പോലത്തെയോ അങ്ങനത്തെ ബ്ലൗസ് ഇട്ടിട്ടാണ് അവർ വീടുകളിൽ ജോലി ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊന്നും. അതൊന്നും ആരും കമൻ്റ് അടിക്കാറില്ലല്ലോ. ആരാണ് അതിനൊക്കെ പോയിട്ട് നിങ്ങളിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ നോക്കിയെന്ന് ആരും പറയില്ലല്ലോ അങ്ങനെ. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അന്ന് അത് സമൂഹം അക്സെപ്റ്റ് ചെയ്തിരുന്ന ഒരു വേഷവിധാനമായതുകൊണ്ട് നമ്മളതിനെ ഗൗനിക്കാറില്ല. അതേ ഡ്രസ്സ് ഇപ്പം ഈ ഇരിക്കുന്ന ഞാൻ അങ്ങനെ ഇട്ടിട്ട് ഇതിനകത്ത് വന്നിരുന്ന നിങ്ങൾ എന്നെ വെറുതെ വിടുവോ? കേൾക്കുന്നവരോടാണ് ചോദിക്കുന്നത്. ഇല്ല, അത് ഇപ്പോൾ അപരിഷ്കൃതമായി, അല്ലെങ്കിൽ അത് ഭയങ്കര പച്ചപ്പരിഷ്കാരമായി കാണും അല്ലേ. ആൾക്കാർ വന്നിരുന്ന് കമൻ്റ് അടിക്കും. അതാണ് സമൂഹത്തിൻ്റെ ഒരു വയറിംഗ് ഉണ്ട് നമ്മുടെ മനസ്സിന്, അല്ലെ നമ്മുടെ ബ്രെയിനിൽ. ആ വയറിംഗ് ഇങ്ങനെ കുറച്ച് ട്യൂൺ ചെയ്ത് മാറുമ്പോൾ അതനുസരിച്ച് ആളുകൾ പ്രതികരിച്ചെന്നിരിക്കും. അപ്പോൾ ആ പ്രതികരണത്തെ ഉൾക്കൊള്ളാനായിട്ട് ഏത് നടിയാണെങ്കിലും തയ്യാറായിക്കൊള്ളണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഇനി കേസും കൂട്ടവും അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷെ ഇതൊരു വലിയ ഫറോ ആയിട്ട് ഇവർ ചെയ്തത് തെറ്റ്, അതായത് ഇങ്ങനെ ഡ്രസ്സ് ചെയ്തത് തെറ്റ്, ഇയാൾ കമൻറ്റ് ചെയ്തത് തെറ്റെന്നല്ല. രണ്ടും കണക്ട് ചെയ്ത് കിടക്കുന്നു. ഒരാൾ ഡ്രസ്സ് ചെയ്തതാണ് ഒരാൾ കമൻറ്റ് ചെയ്യാൻ കാരണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ നടക്കുന്ന വല്ലവരെയും പിടിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ടോ? വേറെ എത്രയോ നടിമാരുണ്ട്, ഈ മഞ്ജു വാര്യരൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും അങ്ങനെ ഡ്രസ്സ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ അവരെയും ആളുകൾ വിളിക്കുന്നുണ്ട് ഉദ്ഘാടനത്തിനൊക്കെ അല്ലേ. അപ്പോൾ അതുപോലെയും ഡ്രസ്സ് ചെയ്യാം, ഇതുപോലെയും ഡ്രസ്സ് ചെയ്യാം. ഇവർക്ക് തോന്നിക്കാണും ഇവരുടെ USP, യൂണിക് സെല്ലിംഗ് പ്രൊപ്പോർഷൻ എന്ന് പറയും നമ്മൾ. അത് ഇതായിരിക്കും. ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കിട്ടുന്ന വരുമാനവും ആയിരിക്കും. അവർ പറയുന്നത് അവർ ഈ ഫീൽഡിൽ ഇങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ ഞാൻ അങ്ങനെ ആയിട്ടല്ല എന്ന്. ശരിയാ, ഒരു വസ്ത്രം ധരിച്ചതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആകണമെന്നില്ല. പക്ഷെ നിങ്ങൾ സമൂഹത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് അവർ പ്രതികരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ച് ആ പെൺകുട്ടിക്ക് ഉണ്ടായ വേദന തന്നെയാണ്. അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു പോയതായിരിക്കാം. അതിന് നല്ല എന്താ പറയുക, പൈസ കിട്ടുന്നതുകൊണ്ട് ചെയ്ത് കാണാം. മേക്ക് ഹേ വെൻ ദർ ഇസ് സൺലൈറ്റ് എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ നല്ല വെയിലുള്ള കാരണം കച്ചി ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ച് കാണും. അല്ലാതെ ആരും അവരുടെ വീട്ടിലൊന്നും കൊണ്ട് കൊടുക്കാൻ പോണില്ലോ. അപ്പോൾ എല്ലാത്തിനും ഒരു ചെറിയ ഒരു എന്താ പറയുക, ഒരു ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രതികരണം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ഒരുപാട് കല്ലെറിയൽ നമുക്ക് തടുക്കാൻ പറ്റും. ഇപ്പം യൂട്യൂബേഴ്സിനെതിരെ അവർ കേസ് കൊടുക്കാൻ പോകുന്നു പറഞ്ഞു. എത്ര പേർക്ക് അഗൻസ്റ്റ് കേസ് കൊടുക്കും. പക്ഷെ അവരെന്ത് ചെയ്തു? പ്രതികരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും അവകാശമല്ലേ അങ്ങനെയാണെങ്കിൽ. പക്ഷേ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി പ്രതികരിക്കാതിരിക്കുക. നമുക്ക് മാന്യതയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക.
മറ്റുള്ളവർ മാന്യമായിട്ട് പെരുമാറാത്തത് കൊണ്ട് ഞങ്ങൾ മാന്യത അങ്ങ് കൈവിട്ടു എന്ന് പറയുന്ന ചില വ്യക്തികളാണ് ഈ വന്നിരുന്ന് കമൻ്റ് അടിക്കുന്നത്. അവരും അത് ചെയ്യാതിരിക്കുക. കാരണം റിപ്പർക്കഷൻസ് അവർ തന്നെ അനുഭവിക്കേണ്ടി വരും. വേറെ ആരും വന്നിരുന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഈ പറയുന്നവരും ഇടുന്നവരും മാധ്യമങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾ അത് മനസ്സിലാക്കണം. മാധ്യമങ്ങൾക്ക് 4th എസ്റ്റേറ്റ് അല്ലേ, അവർക്ക് ആ 4th എസ്റ്റേറ്റിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ദേ ക്യാൻ ടോക്ക് അബൌട്ട് ഓൾ ദി സോഷ്യൽ ആക്ടിവിറ്റീസ് ഹാപ്പനിങ്. അത് സാധാരണ ഒരു പൗരനേക്കാളും 2-3 അടി മുകളിലായിട്ട് അവർക്ക് നിന്ന് പറയാം. അവർ പറയുന്ന കേട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഞാനോ നിങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ നിയമം അതിൻ്റെ വഴിക്ക് നമുക്ക് അവർ കയ്യിലെടുത്തുന്നിരിക്കും. അവർ നമുക്ക് എഗൻസ്റ്റ് ആക്ഷൻസ് എടുത്തുന്നിരിക്കും. അതാണ് നിയമം. നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ജീവിക്കേണ്ടത് തന്നെ നമ്മുടെ കടമയാണ്. സോ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, പത്രക്കാർ പറയുന്നു, അവർ പറയുന്നില്ലേ, ഇവർ പറയുന്നില്ലേ എന്നൊക്കെ ചുവട് പിടിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് യൂട്യൂബെല്ലാം ചെയ്യുന്നവർ മറ്റുള്ളവരെ അധിക്ഷേപിക്കരുത്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കാണുന്നവർ അതിൻ്റെ അടിയിൽ പോയി അസഭ്യവും അശ്ലീലവും എഴുതരുത്. ഇതൊരു പാഠമാകട്ടെ എല്ലാവർക്കും. ഇതുപോലെ ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നവർക്കും കാണാൻ പോകുന്നവർക്കും അതിന് എഗൻസ്റ്റായിട്ട് പ്രതികരിക്കുന്നവർക്കും എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതെൻ്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു.